നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മെത്താഫെറ്റമിനും കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. 1.15 ഗ്രാം മെത്താഫെറ്റമിനും 10 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഗുണമേന്മയില്ലാത്ത കാലിത്തീറ്റയും കോഴിത്തീറ്റയും ധാതു ലവണങ്ങളും വിൽക്കുന്ന ഏജൻസികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കന്നുകാലികൾക്ക് ഗുണമേന്മയുള്ള തീറ്റയാണ് നൽകുന്നതെന്ന് ക്ഷീര കർഷകർ ഉറപ്പാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില പാലിന് നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ സംഘർഷം. കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് ശാസ്താംകോട്ടയിൽ പ്രതിഷേധം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ക്ലാപ്പന EMS ലൈബ്രറിയുടെ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. വിശദമായ വാർത്തകളിലേക്ക്. മെത്താഫെറ്റമിനും കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശികളായ ആദിത്യൻ, കണ്ണൻ എന്നിവരാണ് ശാസ്താംകോട്ട എക്സൈസിന്റെ പിടിയിലായത്. 1.15 ഗ്രാം മെത്താഫെറ്റമിനും 10 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. 1.15 ഗ്രാം മെത്താംഫെറ്റമിനും 10 ഗ്രാം കഞ്ചാവുമായാണ് യുവാക്കൾ പിടിയിലായത്. ഇവർ സഞ്ചരിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N. അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ ഷൂർനാട് തെക്ക് ഇരവിച്ചിറ പടിഞ്ഞാറ് മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക തച്ചിരേത്ത് വടക്കതിൽ 20 വയസ്സുള്ള ആദിത്യൻ, കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക് മുറിയിൽ മണ്ണൂർ കിഴക്കതിൽ 20-കാരനായ കണ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ NDPS കേസുമെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ക്ലാപ്പന EMS ലൈബ്രറി ഏർപ്പെടുത്തിയ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം ഡോക്ടർ A. സാബുവിന് സമ്മാനിച്ചു. 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ഡോക്ടർ അച്യുത് ശങ്കർ S. നായരാണ് സമ്മാനിച്ചത്. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ ഉൾപ്പെടുന്ന ഓണാട്ടുകര പ്രദേശത്ത് നിന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ക്ലാപ്പന EMS ലൈബ്രറി ഏർപ്പെടുത്തിയ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരമാണ് ഡോക്ടർ A. സാബുവിന് സമ്മാനിച്ചത്. ഡോക്ടർ അച്യുത് ശങ്കർ S. നായർ 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചു. ശാസ്ത്രമേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചായിരുന്നു പുരസ്കാരം. ഗ്രന്ഥശാല പ്രസിഡന്റ് G. അനിത അധ്യക്ഷത വഹിച്ചു. R. മോഹനൻ സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ കഴിയുന്ന ഈ പാവപ്പെട്ട മനുഷ്യർ ഹൃദയം കൊണ്ട് നെയ്തെടുത്ത സ്നേഹത്തിൽ തീർത്ത ഒരു പുരസ്കാരമാണ് ഓണാട്ടുകര പുരസ്കാരം എന്നത് 1. 2, അത് കൊടുക്കുന്നത് ക്ലാപ്പന EMS ഗ്രന്ഥശാലയാണ്. 8 വർഷമായ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിലും കഴിഞ്ഞ 10 വർഷമായി ക്ലാപ്പന EMS ഗ്രന്ഥശാലയുടെ ിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പല പ്രഭാതങ്ങളും ഈ ഗ്രന്ഥശാലയിൽ ഒതുക്കുകയും പല രാത്രികളും ഇവിടെ അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് കണ്ടു തീർത്ത സ്വപ്നങ്ങളൊക്കെ ഒന്നൊന്നായി മണ്ണിൽ ഇറക്കാൻ എനിക്ക് പറ്റിയ ഒരു ഇടമാണ് ഈ ക്ലാപ്പന EMS ഗ്രന്ഥശാല എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. EMS ഗ്രന്ഥശാലയാണ് അതിന് വേദിയാകുന്നത്. VP ജയപ്രകാശ് മേനോൻ പ്രശസ്തി പത്രം അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ പ്രതിഭകളെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് അനുമോദിച്ചു. അധ്യാപിക ഗീത V. പണിക്കർ, മുതിർന്ന പത്രവിതരണക്കാരൻ സദാനന്ദൻ പിള്ള എന്നിവരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O. മിനിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപ്തി രവീന്ദ്രൻ, B. ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ആ നിമിഷം തന്നെ ഞാൻ അദ്ദേഹത്തിനെ മനസ്സിൽ കുറിച്ചിട്ടു.
കാരണം ഇത്രയും സൗമ്യമായി എന്നാൽ ഇത്രയും വ്യക്തമായും ഒരു അഭിപ്രായ വ്യത്യാസം ഒരാൾക്ക് പറയാനൊക്കും എന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ശക്തമായ അഭിപ്രായങ്ങളുള്ള ആളാണ്. ഒരിക്കലും നമുക്ക് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ സൗഹാർദ്ദത്തിനെ ബാധിക്കുന്ന രീതിയിലോ ഒന്നുമല്ല. അദ്ദേഹം എല്ലാവരെയും മനുഷ്യരായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും മാനുഷികമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ആകാം എന്ന് പഠിക്കാനുള്ളൊരു പാഠപുസ്തകം കൂടെയാണ് ഡോക്ടർ സാബു. ഒരു പ്രസംഗത്തിന് തയ്യാറല്ല വന്നതും അതിനുള്ളൊരു അവസരവുമല്ല. പ്രധാനപ്പെട്ട പരിപാടി അച്യുത് ശങ്കർ സാറിൻ്റെ ശാസ്ത്ര സംവാദമായിരുന്നു. അത് ഏറ്റവും മികച്ച രീതിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. EMS സാംസ്കാരിക ഗ്രന്ഥശാല ഇനിയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന് പറ്റുന്ന ഏറ്റവും അർപ്പണബോധമുള്ള ഭാരവാഹികളാണ് അതിനുള്ളത്. ഇനി നാളെ ഒരു അവസരത്തിൽ വരുന്ന ഭാരവാഹികളും അത്രയും അർപ്പണബോധം ഉള്ളവർ തന്നെയായിരിക്കും. ബാലവേദി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അക്ഷരഗാന ശില്പത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ ഡോക്ടർ അച്യുത് ശങ്കർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് ശാസ്താംകോട്ടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ടയിലായിരുന്നു പ്രതിഷേധം. ആരോഗ്യരംഗത്തെ സർക്കാർ അവഗണനയിലും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുടെ വികസന മുരടിപ്പിലും മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുമായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ സംഘർഷമുണ്ടാവുകയും കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ശാസ്താംകോട്ടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാരക്കാട്ടനിൽ അനൂതാജ്, ദിനേശ് ബാബു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ശാസ്താംകോട്ട പോലീസ് സ്വസ്ഥമായി ശാസ്താംകോട്ടയിൽ ഇവിടെ നീതി നിർവഹണം നടത്താമെന്ന് വിചാരിക്കേണ്ട. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ ഞങ്ങൾ അവർക്കെതിരെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകും. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരരെ തല്ലിച്ചതച്ച അവരുടെ ഓരോ തുള്ളി രക്തത്തിനും ഞങ്ങൾ പകരം ചോദിക്കും. അതുൾപ്പെടെ ഞങ്ങൾ ഏറ്റെടുത്ത സമരം ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി, സാധാരണക്കാരന്റെ ഇവിടുത്തെ ആതുര ശുശ്രൂഷ രംഗം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്ത ഈ സമരം ഈ നാടിന് വേണ്ടിയാണ്. ഞങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന നിങ്ങൾക്ക് കൂടി, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി വേണ്ടിയുള്ള സമരമാണ്. ആ സമരം ആരെയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാമെന്ന് ഇവിടുത്തെ പരേനാദി വർഗത്തിന് തോന്നലുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഗുണമേന്മയില്ലാത്ത കാലിത്തീറ്റയും കോഴിത്തീറ്റയും ധാതുലവണങ്ങളും സംസ്ഥാനത്ത് വിൽക്കുന്ന ഏജൻസികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നല്ല തീറ്റ കൊടുത്താൽ സംസ്ഥാനത്ത് പാലുൽപാദനം കൂട്ടാൻ സാധിക്കും. കന്നുകാലികൾക്ക് ഗുണമേന്മയുള്ള തീറ്റയാണ് നൽകുന്നതെന്ന് ക്ഷീര കർഷകർ ഉറപ്പാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില പാലിന് നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. പാലിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കേരളത്തിലെ പാലാണ് ഏറ്റവും നല്ല പാലെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യാനുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി പരിഗണനയിലുണ്ടെന്നും താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞു. ആ തീറ്റ ഞങ്ങൾ പ്രത്യേകിച്ചും അത് എടുത്തുകൊണ്ടുവന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ചിലതിൻ്റെ അംശങ്ങൾ കൂടിപ്പോയി. എന്ന് പറഞ്ഞാൽ ചിലർ കൊടുത്തു കഴിഞ്ഞാൽ പാല് കൂടുതൽ കിട്ടും എന്ന ലേബലിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ തീറ്റയിൽ നമുക്ക് അവിശ്വാസത വരുന്നത്. ആ തീറ്റ കഴിച്ച് മരണപ്പെടും.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ നിയമം കേരളത്തിൽ കൊണ്ടുവന്നു. കാലിത്തീറ്റയിലും കോഴിത്തീറ്റയിലും ധാതുലവണ മിശ്രിതത്തിലും അത് നമ്മുടെ കേരളത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള തീറ്റകൾ കടന്നു വരുമ്പോൾ ഏതെങ്കിലും പശുക്കൾ അത് കഴിച്ച് മരിച്ചാൽ അവരെ ശിക്ഷിക്കുവാനുള്ള നടപടി നമ്മുടെ ഈ പുതിയ നിയമത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. ഒരു പശു മരണപ്പെട്ടാൽ പകരം പശുവിനെ കൊടുക്കത്തക്ക നിലയിലുള്ള നിയമവും ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രാവർത്തികമാക്കി ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പുറത്തുനിന്നുള്ള തീറ്റ അത് ഏത് തീറ്റയാണെന്നുള്ളത് കൃത്യമായിട്ടും ഞങ്ങൾക്ക് അറിയണം. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നിരവധിയായ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുന്നു. MLA എന്നുള്ള നിലയിൽ, മാവേലിക്കരയിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം MLA ഫണ്ട് ഉൾപ്പെടെ ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ കഴിയുന്ന ചാരിതാർത്ഥ്യം ഉണ്ട് എന്നുള്ളതാണ്. താമരക്കുളത്തെ വികസനത്തിന് സാറാദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ ഫണ്ടും, പ്രോത്സാഹനവും പിന്തുണയും മാത്രമാണ് നൽകുന്ന ഫണ്ട് കൂടി വേണം. ആ ഫണ്ടും ക്രിയാത്മകമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു, വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PB ഹരികുമാർ, ദീപ ജ്യോതിഷ്, R ദീപ, ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ N രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കോട്ടവിള, ദീപക്ക, S ശോഭ, I റഹ്മത്ത്, ആത്തുക്ക BV, S ശ്രീജ, സീനിയർ വെറ്റിനറി സർജന്മാരായ ഡോക്ടർ J സുൽഫിക്കർ, ഡോക്ടർ അമ്പിളി തങ്കപ്പൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി. ശാസ്താംകോട്ട ഐക്കുന്നം വെളിയം ദാമോദരൻ സ്മാരക ഗ്രന്ഥശാലയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണമാണ് ശാസ്താംകോട്ട ഭരണിക്കാവ് സയൻസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ സംഘടിപ്പിച്ചത്. പന്തളം PR സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പടിഞ്ഞാറേക്കലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീർ നൽകിയ മറുപടി നമ്മളെ വല്ലാതെ ചിരിപ്പിക്കും. ഈ യുദ്ധം ജയിക്കാൻ പരിശ്രമിക്കുന്നവർക്കെല്ലാം വരട്ട് ചൊറി വരണം. ആ വരട്ട് ചൊറി വന്നാൽ യവന്മാരെല്ലാം അവരവരുടെ കസേരയിൽ നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ട്രംപിന് ചൊറി വരണമെന്നാണ്, അല്ലെങ്കിൽ നെതന്യാഹുവിന് ചൊറി വരണമെന്നാണ്, അല്ലെങ്കിൽ മറ്റ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന യുദ്ധത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചൊറി വരണമെന്നാണ് സാക്ഷാൽ ബഷീർ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നന്നായി ചൊറിഞ്ഞാൽ എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങൾ കുറെ തീരും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ എത്രയോ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ സരസമായി നമ്മളോട് പറഞ്ഞിട്ടുള്ള ആളാണ് ബഷീർ. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. RS അനിൽ, KC സുഭദ്രാമ്മ, ദർശന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരള കർഷക സംഘം ശൂരനാട് ഏരിയ സമ്മേളനം നടത്തി. ചക്കുവള്ളിയിൽ നടത്തിയ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘത്തിന്റെ ശൂരനാട് ഏരിയ സമ്മേളനം ചക്കുവള്ളിയിൽ നടത്തി. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TN ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. B ബിനീഷ് സ്വാഗതം പറഞ്ഞു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ബിജു K മാത്യു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സത്യൻ, ജയപ്രകാശ്, ചവറ ഏരിയ സെക്രട്ടറി വിക്രമക്കുറുപ്പ്, CPM ഏരിയ സെക്രട്ടറി B ശശി, അക്കരയിൽ ഹുസൈൻ, M മനു തുടങ്ങിയവർ പങ്കെടുത്തു. R അമ്പിളിക്കുട്ടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭാരവാഹികളായി TN ബാബുരാജിനെ പ്രസിഡന്റായും രചന, എബ്രഹാം എന്നിവരെ വൈസ് പ്രസിഡന്റായും R അമ്പിളിക്കുട്ടനെ സെക്രട്ടറിയായും ജോൺസൺ ഗോപനെ ജോയിന്റ് സെക്രട്ടറിയായും ഗോപാലകൃഷ്ണപിള്ളയെ ഖജാൻജിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനരുദ്ധാരണം നിലച്ച പുനലൂർ TB ജംഗ്ഷൻ വട്ടപ്പട ഇടമൺ റോഡ് ചെളിക്കുളമായി. കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. റോഡ് നവീകരണം വേഗത്തിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നവീകരണം നടക്കാനുള്ള ഐക്കരക്കോണം വാഴമൺ ഭാഗത്ത് 50 മീറ്ററോളം ഭാഗത്ത് കാൽനട പോലും ദുസ്സഹമാണ്. റോഡിന് സമീപത്ത് മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് 120 ദിവസത്തിലധികമായി റോഡിന്റെ നിർമ്മാണം നിലച്ചു കിടക്കുന്നത്. നിലവിൽ തർക്കം പരിഹരിച്ച് ധാരണയായിട്ടുണ്ടെങ്കിലും മഴ തീരാതെ നവീകരണം നടക്കാൻ സാധ്യതയില്ല.
നവീകരണവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ റോഡിൽ വാളക്കോട് വാഴമൺ ഭാഗത്ത് മതിൽ പൊളിച്ചു കിട്ടാത്തതാണ് പുനരുദ്ധാരണം മുടക്കിയത്. ഇവിടം ഉൾപ്പെടെ 350 മീറ്റർ ദൂരത്ത് ടാറിംഗ് നടത്തിയാൽ 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ പുനരുദ്ധാരണം പൂർത്തിയാകും. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായി പുനലൂർ TB ജംഗ്ഷനെയും ഇടമൺ സത്രമുക്കിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. 3 കൊല്ലം മുമ്പ് മുൻ മന്ത്രി കെ രാജു MLA ആയിരിക്കെ 8.76 കോടി രൂപ വിനിയോഗിച്ചാണ് പുനരുദ്ധാരണം ആരംഭിച്ചത്. 8.5 മീറ്റർ വീതിയിൽ 7.650 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു പുനർനിർമ്മാണം. എന്നാൽ താഴേക്കട വടവാതുക്കൽ മുതൽ വാഴമൺ വരെ രണ്ടിടത്തായി 350 മീറ്റർ ദൂരത്ത് ഭൂമി വിട്ടുകിട്ടാത്തതിനാൽ നവീകരണം മുടങ്ങി. പിന്നീട് PS സുബാൽ MLA മുൻകൈയെടുത്ത് 1 വർഷം മുമ്പ് ഭൂവുടമകളുമായി ചർച്ച നടത്തി ഭൂമി ലഭ്യമാക്കി. 2023 മാർച്ചിൽ 85 ലക്ഷം രൂപ കൂടി അനുവദിപ്പിച്ചു. പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാരൻ തയ്യാറായില്ല. 10 തവണ ടെൻഡർ ക്ഷണിച്ച ശേഷമാണ് കരാർ പ്രവൃത്തി ഒരാൾ ഏറ്റെടുത്തത്. തുടർന്ന് 350 മീറ്റർ ഭാഗത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ നവീകരണം നടത്തിവരികയാണ്. വാഴമൺ ഭാഗത്തെ മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി ആദ്യവാരമാണ് നിർമ്മാണം മുടങ്ങിയത്. ഇതേ തുടർന്ന് നിർമ്മാണ കരാറിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് കരാറുകാരൻ മരാമത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. കരാറുകാരനെ അനുനയിപ്പിച്ച് പ്രവൃത്തി തുടരാൻ നടപടിയാക്കിയെങ്കിലും സ്ഥലം ഏറ്റെടുക്കാനായില്ല. നിലവിൽ തർക്കം പരിഹരിച്ചെങ്കിലും ടാറിങ്ങിന് 45 മുതൽ 60 ദിവസം വരെ വേണ്ടിവരുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ മഴയായതോടെ നിർമ്മാണം എന്ന് തുടങ്ങും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനതല സമാന്തര വിദ്യാഭ്യാസ പുരസ്കാരം അഞ്ചൽ വിശ്വഭാരതി കോളേജ് പ്രിൻസിപ്പാൾ AJ പ്രദീപിന് മാവടി മുരളി സ്മാരക ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മന്ത്രി KN ബാലഗോപാൽ പുരസ്കാരം സമ്മാനിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥിരമായി പങ്കെടുക്കാത്ത പുനലൂർ താലൂക്ക് വികസന സമിതി താലൂക്ക് വിഫല സമിതി യോഗമാണെന്നാരോപിച്ചാണ് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് C വിജയകുമാറിന്റെ നേതൃത്വത്തിൽ UDF അംഗങ്ങൾ വികസന സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കഴിഞ്ഞ വികസന സമിതി യോഗത്തിലെ 17 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും തീരുമാനമുണ്ടായില്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. അച്ചൻകോവിൽ കുളത്തൂപ്പുഴ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലെ ചെറുതും അടിയന്തിരവുമായ കാര്യങ്ങൾക്ക് പോലും നടപടി ഉണ്ടാകുന്നില്ലെന്നും UDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. തൊഴിലുറപ്പ് ചെയ്ത് ജീവിക്കുന്നു പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിക്കിടക്കുന്ന സാധാരണക്കാരുണ്ട്. അവരുടെ തൊഴിൽ നിശ്ചയിക്കുന്നത് കൂടാതെ വേറൊരു സ്ഥലത്ത് തൊഴിൽ ചെയ്യാനും അനുവദിക്കുന്നില്ല. അതിപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ട് സാറേ 55 ദിവസമാകും. ഇതുവരെ പഞ്ചായത്തിൽ നിന്നൊന്നും റിപ്പോർട്ട് ഇല്ലാത്തത് വളരെ വേദനാജനകമാണ്. പത്തനാപുരം, കൊട്ടാരക്കര താലൂക്ക് വികസന സമിതികളിൽ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ പുനലൂർ താലൂക്ക് വികസന സമിതിയിൽ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ല. യാത്രക്കാരുടെ ജീവനെടുക്കുകയും അപകടകരമായ അവസ്ഥയിൽ തുടരുകയും ചെയ്യുന്ന പുനലൂർ KSRTC ഡിപ്പോയുടെ കാര്യത്തിലും യാതൊരു തീരുമാനവും ഉണ്ടാകുന്നില്ല. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ബസ് ക്യാന്റീൻ നിർത്തലാക്കുക, ബസ് ഇൻ ഔട്ട് സംവിധാനം പുനഃപരിശോധിക്കുക, അശാസ്ത്രീയമായ കെട്ടിടം പൊളിച്ചു നീക്കുക, ആവശ്യമായ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ മറുപടി പോലും ബന്ധപ്പെട്ടവർ നൽകുന്നില്ലെന്ന് UDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. RDO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. MLAയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കാത്ത വികസന സമിതി യോഗം പ്രഹസനമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിജയകുമാർ, UDF പുനലൂർ നിയോജകമണ്ഡലം കൺവീനർ റോയി ഉമ്മൻ, RSP സംസ്ഥാന സമിതി അംഗം M നാസർ ഖാൻ തുടങ്ങിയവർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇന്ധനം നിറയ്ക്കാൻ പമ്പിലെത്തിയാളെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. പുനലൂർ പ്ലാച്ചേരി സ്വദേശി അഖിലാണ് പിടിയിലായത്. പ്ലാച്ചേരി സ്വദേശി രാജേഷിനാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. പുനലൂർ പ്ലാച്ചേരി മുറിയന്തല രാജാഭവനിൽ രാജേഷിനാണ് മർദ്ദനമേറ്റത്. പുനലൂർ KSRTC ജംഗ്ഷന് സമീപത്തെ പമ്പിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. രാജേഷിന്റെ അയൽവാസിയും പുനലൂർ TB ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുമായ പുനലൂർ പ്ലാച്ചേരി മുറിയന്തല അഖിൽ ഭവനിൽ അഖിലാണ് രാജേഷിനെ മർദ്ദിച്ചത്. പുനലൂർ പോലീസ് അഖിലിനെ അറസ്റ്റ് ചെയ്തു. 3 മാസം മുമ്പ് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നും പുനലൂർ SHO T രാജേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മെത്താംഫെറ്റമിനും കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. 1.15 ഗ്രാം മെത്താംഫെറ്റമിനും 10 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഗുണമേന്മയില്ലാത്ത കാലിത്തീറ്റയും കോഴിത്തീറ്റയും ധാതു ലവണങ്ങളും വിൽക്കുന്ന ഏജൻസികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി.
കന്നുകാലികൾക്ക് ഗുണമേന്മയുള്ള തീറ്റയാണ് നൽകുന്നതെന്ന് ക്ഷീര കർഷകർ ഉറപ്പാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില പാലിന് നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ സംഘർഷം. കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് ശാസ്താംകോട്ടയിൽ പ്രതിഷേധം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ക്ലാപ്പന EMS ലൈബ്രറിയുടെ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.